ഹലോ നമസ്കാരം. ഇൻസൈറ്റ് 360 എല്ലാവർക്കും സ്വാഗതം. UGE എന്ന് പറയുന്ന ഒരു എക്സാമിന്റെ ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇന്ത്യയിലെ കമ്പ്യൂട്ടർ സയൻസ് രംഗത്ത് ഉന്നത വിദ്യാഭ്യാസം നേടാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥികൾക്കായിട്ടുള്ള ട്രിപ്പിൾ IIT ഹൈദരാബാദ് പ്രത്യേക പ്രവേശന പരീക്ഷയാണ് UGE. ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ നോക്കുന്നത്. നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് പ്രേമിയാണെങ്കിൽ ഇന്ത്യയിലെ എഞ്ചിനീയറിംഗ് സ്വപ്നങ്ങളുടെ നെറുകയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമുണ്ട്. അതാണ് ട്രിപ്പിൾ IIT ഹൈദരാബാദ്. എന്നാൽ ഇവിടെയാണ് ട്വിസ്റ്റ്. മറ്റ് പ്രമുഖ എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ പോകുന്ന പോലെ വെറും JEE മെയിൻ എഴുതിയാൽ മാത്രം നമുക്ക് ട്രിപ്പിൾ IIT ഹൈദരാബാദുകളിലെ 100% അഡ്മിഷൻ ഉറപ്പിക്കാനായിട്ട് കഴിയില്ല. അതിന് UGE, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എന്നൊരു രഹസ്യ വഴിയുണ്ട്. നിങ്ങളുടെ വിദ്യാഭ്യാസ യാത്രയിലെ എല്ലാ എൻട്രൻസ് പരീക്ഷാ തയ്യാറെടുപ്പുകൾക്കും സ്കോളർഷിപ്പ് ആപ്ലിക്കേഷൻസുകൾക്കും അപേക്ഷാ നടപടികൾക്കും കരിയർ ഗൈഡൻസിനും ഇത്തരത്തിലുള്ള എല്ലാ ന്യൂ അപ്ഡേഷൻസിനുമായിട്ട് നിങ്ങളുടെ സ്വന്തം ഇൻസൈറ്റ് 360 മൊബൈൽ ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. എന്താണ് ഈ UGE എന്ന് പറയുന്ന എക്സാം? ആർക്കൊക്കെയാണ് ഇത് എഴുതാൻ സാധിക്കുക? എപ്പോഴാണ് 2026ന്റെ പരീക്ഷ? അറിയേണ്ടതെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ട്രിപ്പിൾ IIT എന്ന ആശയം നമുക്ക് ഒരു ആശയക്കുഴപ്പമുണ്ട് പലർക്കും. അതെന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് മാറ്റാം. ഗൂഗിളിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ 26 ട്രിപ്പിൾ IITകൾ ഉണ്ടെന്നായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ. ഈ 26 എണ്ണത്തിൽ 21 എണ്ണം PPP, അതായത് പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് മോഡലും ബാക്കിയുള്ള 5 എണ്ണം ഗവൺമെന്റ് മോഡലുമാണ് പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ഒരു കൺഫ്യൂഷൻ എന്ന് പറയുന്നത് ഈ 26 എണ്ണത്തിലെ നിങ്ങൾ ട്രിപ്പിൾ IIT ഹൈദരാബാദിന്റെ പേര് കാണില്ല. ഈ 26 എണ്ണം കൂടാതെ വേറെ 5 സ്വതന്ത്ര ട്രിപ്പിൾ IITകളും കൂടിയുണ്ട്. ഇവയിൽ ഏറ്റവും പേരുകേട്ട 3 സ്ഥാപനങ്ങൾ ഇവയാണ്. ഒന്ന് ട്രിപ്പിൾ IIT ഹൈദരാബാദ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി, സെക്കൻഡ് വൺ ട്രിപ്പിൾ IIT ബാംഗ്ലൂർ, തേർഡ് വൺ ട്രിപ്പിൾ IIT ഡൽഹി. ഈ ട്രിപ്പിൾ IIT ഹൈദരാബാദ് സ്ഥാപിച്ചത് 1998ലാണ്. ട്രിപ്പിൾ IITയുടെ ശൃംഖലകളിലെ ആദ്യ സ്ഥാപനങ്ങൾ ഒന്നാണിത്. ഇവ ജൂസ കൗൺസിലിങ്ങിനെ മാത്രം ആശ്രയിക്കാതെ സ്വന്തമായി പ്രവേശന പരീക്ഷകൾ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ പ്രവേശനം നേടാൻ JEE മാത്രം പോരാ. JEE വഴി ബിടെക് പോലെയുള്ള കോഴ്സുകളും UG വഴി ഡ്യുവൽ ഡിഗ്രീസ് എന്നതിലൂടെ, അതായത് ഡ്യുവൽ ഡിഗ്രി കോഴ്സിന് അഡ്മിഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ UGE എന്ന് പറയുന്ന എക്സാം നമ്മൾ എഴുതണം. ട്രിപ്പിൾ IIT ഹൈദരാബാദിലേക്ക് 12ാം ക്ലാസ് കഴിഞ്ഞ ശേഷം പ്രവേശിക്കാൻ 2 പ്രധാന വഴികളാണുള്ളത്. ഒന്ന് JEE മെയിൻസ് എക്സാം വഴി ബിടെക് പ്രോഗ്രാംസുകൾക്കും JEE മെയിൻ പരീക്ഷയുടെ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ജൂസ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇവിടെ 4 വർഷത്തെ ബിടെക് പ്രോഗ്രാമിനാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക. ലഭ്യമായ കോഴ്സുകൾ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. അത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസുകളിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. UGE എക്സാം വഴി ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാം ആണ് നിങ്ങൾക്ക് ലഭിക്കുക. അതായത് ഈ വീഡിയോയുടെ പ്രധാന വിഷയം എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഇവിടെ പ്രവേശനം ലഭിക്കുന്നതിന് 5 വർഷത്തെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമിലേക്കാണ് ഈ UGEയുടെ എക്സാം വഴി നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുക. ഇപ്പോൾ ഡ്യുവൽ ഡിഗ്രി ബിടെക് ബാച്ചിലർ ഡിഗ്രി പ്ലസ് MS റിസർച്ച് ഓറിയന്റഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി. ഇതൊരു MTech അല്ല, മറിച്ച് ഗവേഷണത്തിന് പ്രധാനം നൽകുന്ന MS പ്രോഗ്രാമാണ്. ഇപ്പോൾ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാമുകൾ കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, കമ്പ്യൂട്ടേഷണൽ ലിംഗ്വിസ്റ്റിക് ഉണ്ട്, ജിയോ സ്പെഷ്യൽ ടെക്നോളജി ഉണ്ട്, അതുപോലെ കമ്പ്യൂട്ടേഷൻ നാച്ചുറൽ സയൻസ് ഉണ്ട്, കമ്പ്യൂട്ടിംഗ് ആൻഡ് ഹ്യൂമൻ സയൻസ് ഉണ്ട്. ഇത്രയും കോഴ്സുകളിൽ നമുക്ക് മാസ്റ്റർ ഡിഗ്രി ഡ്യുവൽ ഡിഗ്രി നമുക്ക് എടുക്കാൻ പറ്റും റിസർച്ച് ആയിട്ട്. ഇത്തരം റിസർച്ച് ഓറിയന്റഡ് ഡിഗ്രി പ്രോഗ്രാമുകളിലേക്ക് പ്രവേശനം നേടുന്നതിനായിട്ടുള്ള പരീക്ഷയാണ് ഞാൻ നേരത്തെ പറഞ്ഞ UGE എന്ന് പറയുന്ന, അതായത് അണ്ടർ ഗ്രാജുവേറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ. ഇനി UGE 2026ന്റെ എക്സാം തീയതികളും അതിന്റെ പ്രവേശന പ്രക്രിയകളും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 2026 UGE പരീക്ഷയുടെ പ്രധാന തീയതികൾ നമുക്കൊന്ന് നോക്കാം. നോർമലി ഇതിന്റെ ആപ്ലിക്കേഷൻ പോർട്ടൽ ഇപ്പോൾ കറന്റ്ലി ഓപ്പൺ അല്ല, പക്ഷെ വളരെ താമസിയാതെ തന്നെ അത് ഓപ്പൺ ആവും. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഫെബ്രുവരി 4, അതായത് ഫെബ്രുവരി 1 വീക്കോട് കൂടി നമുക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ പോർട്ടലെല്ലാം ഓപ്പൺ ആയിരുന്നു. അതുപോലെ തന്നെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി ലാസ്റ്റ് ഇയറിൽ മാർച്ച് എൻഡ് ഡേറ്റ്, മാർച്ച് എൻഡ് 23 or 25 ആ ഒരു ടൈം പീരീഡിലൊക്കെ ആയിരുന്നു ഇതിന്റെ അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുപോലെ UGEയുടെ